നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കൂ, നമ്മൾ അള്ളാഹുവിനെ മറന്നാലും അള്ളാഹു നമ്മളെ ഒരിക്കലും മറക്കുകയില്ല. അള്ളാഹു പറയുന്നു, വറഹ്മതി വസിഅത് കുല്ലി ഷൈ, എൻ്റെ കരുണ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ഉമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാകും. ഒരു കുട്ടിക്ക് പനി വന്നാൽ ഉമ്മയ്ക്ക് ഉറക്കം വരുമോ? ഒരു കുട്ടി കരഞ്ഞാൽ ഉമ്മയുടെ ഹൃദയം പൊട്ടുന്നില്ലേ? ഇപ്പോൾ ഞാനൊരു സംഭവം പറയാം. ഒരു ദരിദ്രയായ സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായി ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. അവിടെ 3 ഈന്തപ്പഴം മാത്രം. ഓരോ കുട്ടിക്കും ഓരോന്ന് നൽകി, മറ്റൊന്ന് തനിക്കായി മാറ്റിവെച്ചു. കുഞ്ഞുങ്ങൾ അത് ചോദിച്ചു വന്നപ്പോൾ അവൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തനിക്കായി മാറ്റിവെച്ച അവസാന ഈന്തപ്പഴം 2ആയി പിളർത്തി ഇരുവർക്കും നൽകി. അവൾ സഹിച്ചത് വിശപ്പല്ല, മാതൃത്വത്തിന്റെ മഹത്വമാണ്. സ്വന്തം വയറിന്റെ വേദനയേക്കാൾ മക്കളുടെ കണ്ണിലെ അഭ്യർത്ഥനയ്ക്ക് മുൻഗണന നൽകിയതായ ഉമ്മ. മറ്റൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു യുദ്ധത്തിന് ശേഷം ചില തടവുകാരെ കൊണ്ടുവന്നു. അതിൽ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തിരഞ്ഞലഞ്ഞു. കണ്ടുകിട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കും. പിന്നീട് തിരിച്ചറിഞ്ഞു ഇത് തൻ്റെ കുഞ്ഞല്ല. അവൾ വീണ്ടും ഓടും. അവസാനം തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി. അവൾ നെഞ്ചോട് ചേർത്തു, കരഞ്ഞു, ചുംബിച്ചു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലെറിയുമോ? സഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തൻ്റെ ദാസന്മാരോടുള്ള കരുണ ഒരു ഉമ്മയുടെ ഹൃദയത്തേക്കാൾ കൂടുതലാണ്. സഹോദരങ്ങളെ, ഒരു ഉമ്മയുടെ സ്നേഹം ഇത്രയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം എത്രയാകാം? നാം പാപം ചെയ്തു, അള്ളാഹുവിൽ നിന്നും തെറ്റി, നമസ്കാരം വിട്ടു, അള്ളാഹു വാതിലടച്ചില്ല. അള്ളാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു ബില്ലാഹി മിൻ റഹ്മത്തില്ലാഹ്. എൻ്റെ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെതിരെയായി അതിക്രമം ചെയ്തവരായാലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശരാകരുത്. ഇതൊരു വിളിയാണ്, പാപികളുടെ പേരിൽ വന്ന വിളി, നമ്മളെ പോലുള്ളവർക്കുള്ള വിളി. പ്രിയ സഹോദരങ്ങളെ, ഒരു കുഞ്ഞ് നടന്നു പഠിക്കുമ്പോൾ വീഴും. ഉമ്മ എന്ത് ചെയ്യും? അവളെ അടിക്കുമോ? അല്ല, കൈ നീട്ടി വിളിക്കും, വാ മോളെ, വീണ്ടും നടക്കൂ. അള്ളാഹും ഇത് തന്നെയാണ് പറയുന്നത്, വാ, വീണ്ടും എന്നിലേക്ക് വാ. നാം 1 പടി നടന്നാൽ അള്ളാഹു 10 പടി അടുത്ത് വരും. നാം നടന്നാൽ അവൻ ഓടി വരും. ഇപ്പോൾ ചിന്തിക്കൂ, നാം അള്ളാഹുവിനെ മറന്നാലും അവൻ നമ്മളെ ജീവിപ്പിച്ചു, ശ്വാസം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, നമ്മളുടെ തെറ്റുകൾ മറച്ചു. എത്ര രാത്രികളിൽ നാം പാപം ചെയ്തു. രാവിലെ മനുഷ്യരുടെ മുമ്പിൽ നമ്മളെ അപമാനിച്ചില്ല. ഇത് സ്നേഹമല്ലേ? നമുക്ക് കണ്ണ് നൽകി, തെറ്റുകൾ കാണുമ്പോഴും അവൻ കാഴ്ച എടുക്കുന്നില്ല. നമുക്ക് നാവ് നൽകി, പിഴകൾ പറയുമ്പോഴും അവൻ മിണ്ടാതാക്കുന്നില്ല. നമുക്ക് കൈ നൽകി, തെറ്റുകളിലേക്ക് ആഴുമ്പോഴും അവൻ തളർത്തുന്നില്ല. നാം പാപം ചെയ്തു, അവനുടൻ ശിക്ഷിക്കുന്നില്ല, തിരിച്ചു വരാൻ സമയം തരുന്നു. സഹോദരങ്ങളെ, ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ കരയും. നമ്മൾ നരകത്തിൽ പോകുന്ന അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മളെ സൃഷ്ടിച്ചത് ജഹത്തിനായിട്ടല്ല, ജന്നത്തിനായിട്ടാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് വളരെ കരുണയും സ്നേഹവും ഉള്ളവരാണ്. സഹോദരങ്ങളെ, ഇന്നു നാം കരയണം, അള്ളാഹുവിൻ്റെ സ്നേഹമോർത്ത് കരയണം. നാം അർഹിക്കാത്ത സ്നേഹം, നാം വിലമതിക്കാത്ത കരുണ, ഒരു ഉമ്മയുടെ നെഞ്ചോട് ചേർന്ന് കരയുന്ന കുഞ്ഞുപോലെ ഇന്ന് നാം സുജൂദിൽ വീണ് പറയണം, യാ റബ്ബി, ഞാൻ തെറ്റു ചെയ്തു, നീ എൻ്റെ റബ്ബാണ്, എന്നെ വിട്ടുകളയരുതേ. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു. നാം തിരിച്ചറിയുന്നതിലും കൂടുതൽ, ഒരു ഉമ്മയുടെ ഹൃദയത്തേക്കാൾ കൂടുതൽ, നമ്മളുടെ പാപത്തേക്കാൾ വലിയ സ്നേഹത്തോടെ അള്ളാഹു നമ്മെ തൻ്റെ കരുണയിൽ ഉൾപ്പെടുത്തട്ടെ, തൻ്റെ സ്നേഹത്തിന് അർഹരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.